Hi students, welcome to Easy Commerce. I am Tara Mohan. Today we discuss the fourth head of income, capital gain. അപ്പോൾ ഉടനെ ക്വസ്റ്റ്യൻ വന്നു, എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന്. അപ്പോൾ ഇൻകം ടാക്സ് ആര് പറയുന്നത്, ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടുന്ന ഗെയിനിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ഉടനെ വന്നില്ലേ, എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന്. ഈ ക്യാപിറ്റൽ അസറ്റ് എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഫിക്സഡ് അസറ്റിനെയാണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ അസറ്റ് രണ്ട് വിധത്തിലാണ് ഇൻകം ടാക്സുകാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് 36 മന്ത്സിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിട്ട്, ദാറ്റ് മീൻസ് 3 കൊല്ലത്തിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അസറ്റ് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 കൊല്ലത്തിനേക്കാൾ കുറവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്താം, നോട്ട് എഴുതാം. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ തമ്മിലുള്ള വ്യത്യാസം, അങ്ങനെ കുറച്ച് തിയറീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തോ, നോട്ട് എടുത്തോ, എന്നിട്ട് നോട്ട് എഴുതിക്കോ. ഹെഡിങ് ക്യാപിറ്റൽ ഗെയിൻ. As per section 45, subsection 1 of the Income Tax Act of 1961, profit or gain arising from transfer of capital asset is called capital gain. Next heading, capital asset. Capital asset means property of any kind held by an assessee, whether or not connected with his business or profession. It includes all assets, whether tangible or intangible, movable or immovable. It includes long-term capital asset and short-term capital asset. Next heading കൊടുത്തോ, long-term capital asset. The capital asset held by an assessee for more than 36 months immediately before transfer is called long-term capital asset. Next one, short-term capital asset. The capital asset held by an assessee for not more than 36 months immediately before the transfer is called short-term capital asset. അടുത്തത് എഴുതിക്കോ, ഡിഫറൻസ് ബിറ്റ്വീൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. പേജ് 2 ആക്കുക. ഒന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അടുത്ത ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. എന്നിട്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ എഴുതിക്കോ, ഇറ്റ് അറൈസ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. അപ്പുറത്തെ കോളത്തിൽ ഇറ്റ് അറൈസ് ഫ്രം ദ ട്രാൻസ്ഫർ ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് ടാക്സ് റേറ്റ് ആർ കമ്പാരിറ്റീവ്ലി ലോവർ. ഷോർട്ട് ടേമിൽ its tax rate are comparatively higher. Next one, indexed cost of acquisition and cost of improvement are required. അപ്പുറത്ത് നോട്ട് റിക്വയർഡ് എന്നാണ് എഴുതിക്കോ. ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ and cost of improvement are not
required. Next one, exemption from tax under section 54 to 64 is available. Short term exemption from tax under section 54B, 54D and 54G is available. Last one, long-term capital loss can be set off against long-term capital gain only. short-term capital loss can be set off both against short-term capital gain and long-term capital gain. അടുത്ത ഒരു സംഭവമാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ്, CII എന്നാണ്. എഴുതിക്കോ. The inflation rate notified by the central government in accordance with the average rise in consumer price index is called CII. CII for the previous year 2020-21 is 301. ഈ ഇൻഡെക്സ് ഓരോ കൊല്ലവും മാറി മാറി വരും. ഇപ്പോഴത്തെ ഇൻഡെക്സ് 301 ആണ്. നെക്സ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. എഴുതിക്കോ. The cost at which asset was acquired by the assessee is called cost of acquisition. If the asset acquired before 1st April 2001, then the fair market value of the asset as on 1st April 2001 or actual cost, whichever is higher, is taken as cost of acquisition. CII for the previous year 2001 to 2002 is 100. അപ്പോൾ അതൊരു പ്രൊവിഷനാണ്. നമ്മൾ 2001 മുന്നേ വാങ്ങിച്ച ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണക്കാക്കുമ്പോൾ ഇൻകം ടാക്സ് ഒരു പ്രൊവിഷൻ വെച്ചിട്ടുണ്ട്. വാങ്ങുമ്പോഴത്തെ വിലയും ആ ക്യാപിറ്റൽ അസറ്റിൻ്റെ 2001 ഫെയർ മാർക്കറ്റ് വാല്യൂ കൂടെ നോക്കും. അതിലേതാണ് കൂടുതലെങ്കിൽ അതാണ് കോസ്റ്റ് ഓഫ് എക്വിസിഷനായിട്ട് ഇൻകം ടാക്സ് കൺസിഡർ ചെയ്യുക. അടുത്തതാണ് ഇൻഡെക്സേഷൻ. ഇതിൽ വരുന്നൊരു ഫോർമുലയാണ് ഇൻഡെക്സേഷൻ. ദ പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് the previous year value into present value for calculating long-term capital gain is called indexation. Indexation കാണാൻ ഒരു ഫോർമുലയുണ്ട്, നോക്കുക. Indexed cost of acquisition is equal to cost of acquisition into CII of the year of transfer by CII of the year of acquisition. Next one, capital gain നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഡിഡക്ഷനാണ് ഡിഡക്ഷൻ 54.
അപ്പോൾ അത് മാത്രമായിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് മീൻ ബൈ ഡിഡക്ഷൻ 54 അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എന്താണ്? അപ്പോൾ എഴുതിക്കോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 54. അണ്ടർ സെക്ഷൻ 54 ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ട്രാൻസ്ഫർ ഓഫ് residential unit can avail deduction if the individual or HUF makes investment to purchase or construct a residential unit within 3 years from the date of transfer. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതിനൊരു ടേബിളുണ്ട്. ആ ടേബിളിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസറായി നോക്കിക്കോ ബോർഡമയ്ക്ക്. കാൽക്കുലേഷൻ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഫസ്റ്റ് വൺ സെയിൽസ് വാല്യൂ. എത്ര രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ അസറ്റ് വിറ്റ് കിട്ടിയതെങ്കിൽ അത് നമ്മൾ എഴുതുന്നു. അതിൽ നിന്ന് ലെസ് ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ. ഇല്ലേ, മുന്നേ നമ്മൾ ഫോർമുല പറഞ്ഞിട്ടില്ലേ, ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കാണാനുള്ള ഫോർമുല. അത് വെച്ചിട്ട് നമ്മൾ ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ കണ്ടിട്ട് അതിൽ നിന്ന് ലെസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും ലെസ് ചെയ്യുന്നു. ദെൻ സെല്ലിങ് എക്സ്പെൻസസ്, വിൽപ്പനയ്ക്ക് എന്തെങ്കിലും കമ്മീഷനോ അതുപോലെയുള്ള ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ലെസ് ചെയ്യാം. ബാക്കി കിട്ടുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് 54 അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ആ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 54 കൂടെ എന്ത് കൊടുക്കും? ഡിഡക്ഷൻ കൊടുക്കും. ബാക്കി കിട്ടുന്ന തുകയ്ക്കാണ്, അതാണ് ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ. ബാക്കി വരുന്ന തുകയ്ക്കാണ് നമ്മൾ എന്ത് കൊടുക്കണ്ടോ? ടാക്സ് കൊടുക്കണ്ടോ. ഇനി ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട തിയറിയാണ് എക്സെംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ. അത് കുറേ സെക്ഷനും സബ് സെക്ഷനൊക്കെ കൂടിയിട്ടാണ് ടെക്സ്റ്റിൽ നമ്മൾ പറയുന്നത്. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ച് ക്യാപിറ്റൽ ഗെയിനിൻ്റെ പേര് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. എഴുതിക്കോ. എക്സെംപ്റ്റഡ് ക്യാപിറ്റൽ ഗെയിൻ. ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് എ റെസിഡൻഷ്യൽ ഹൗസ് and investment in another residential house. Second one, capital gain arising from the transfer of agricultural land. Third one, compulsory acquisition of land and building of industrial undertaking. Next one, capital gain arising from the transfer of long-term capital asset and invested in long-term specified asset. Next one, capital gain invested in units of notified funds. Next one, capital gain invested in one residential house. Next one, capital gain on shifting of industrial undertaking from urban area to non-urban area. Last one, shifting of an industrial undertaking from urban area to any special economic zone. അപ്പോൾ ഇതൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു തിയറിയാണ്. അപ്പോൾ ഇത്രയും തിയറീസാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിൽ നിന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ, ഷെയർ ചെയ്യേ, ലൈക്ക് ചെയ്യേ. ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.